നമസ്കാരം. ഗോസ്റ്റ് ഡിവിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ഹരിഗോവിന്ദൻ. പ്രധാന വാർത്തകൾ. എളങ്കുന്നപ്പുഴ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടികേറി. എടവനക്കാട് സെന്റ് അംബ്രോസ് പള്ളിയിൽ വിശുദ്ധ അംബ്രോസിന്റെ തിരുനാളിന് തുടക്കമായി. SMHSലെ വിദ്യാർത്ഥികൾക്കായി എയ്ഡ്സ് ദിന സന്ദേശ ബോധവൽക്കരണം നടത്തി. നോട്ട് പ്രതിസന്ധിയിൽ വലഞ്ഞ പെൻഷൻകാർ. വൈപ്പിൻകരയിൽ തെരുവുനായ ശല്യം രൂക്ഷം. എളങ്കുന്നപ്പുഴ ഞാറക്കൽ പഞ്ചായത്തുകളിൽ അപ്രഖ്യാപിത വൈദ്യുതി മുടക്കം പതിവാകുന്നു. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ ലൈബ്രറിയന്മാർക്ക് പരിശീലന ക്ലാസ് നടത്തി. വാർത്തകൾ വിശദമായി. കൊച്ചിൻ ദേവസ്വം ബോർഡ് എളങ്കുന്നപ്പുഴ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടികേറി. ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രതന്ത്രി മുഖ്യന്മാരായ ചേന്നാസ്മന നാരായണൻ നമ്പൂതിരിപ്പാട്, പൊതിയിൽ ചേന്നാസ്മന ഗിരീശൻ നമ്പൂതിരിപ്പാട്, കിഴക്കിനി മേക്കാട്ടുമന മാധവൻ നമ്പൂതിരിപ്പാട്, ചേന്നാസ്മന പരമേശ്വരൻ നമ്പൂതിരിപ്പാട് എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടികേറിയത്. ഗജകേസരി പാമ്പാടി രാജൻ ഉൾപ്പെടെ 11 ഗജവീരന്മാർ അണിനിരക്കുന്ന ശീവേലിയുമുണ്ട്. 12-ന് ആറാട്ടോടെ സമാപിക്കും. ഈ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഉത്സവം ഡിസംബർ 3-ാം തീയതി ശനിയാഴ്ച കൊടിയേറി ഡിസംബർ 12-ാം തീയതി കടലാറാട്ടോടുകൂടി അവസാനിക്കുന്നു. ഇതിൻ്റെ ഐതിഹ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 900 വർഷങ്ങൾക്ക് മുമ്പ് ആണ് ഈ അമ്പലം ഇവിടെ സ്ഥാപിക്കപ്പെട്ടത് എന്ന് പറയുന്നത്. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ അമ്പലത്തിൻ്റെ തെക്ക് കിഴക്ക് ഭാഗം കണ്ട് ഉള്ള പനമ്പാടം എന്നുള്ള പ്രദേശത്ത് അവിടെ കാട് പിടിച്ചിടന്നിരുന്ന സ്ഥലത്ത് ഒരു പുലയ സ്ത്രീ പുല്ലുവെട്ടാൻ പോയപ്പോഴേക്കും അരിവാളിന് മൂർച്ച വയ്ക്കാൻ വേണ്ടി ഒരു കല്ല് കണ്ട് ആ കല്ലിൽ അരിവാളിന് മൂർച്ച വെച്ചപ്പോഴേക്കും അതിൽ നിന്ന് പെട്ടെന്ന് രക്തം വരികയും ആ രക്തം കണ്ട് പുലയ സ്ത്രീ ബോധം കെട്ട് താഴെ വീണത് കണ്ട് അവരുടെ ഭർത്താവ് അവരുടെ മകൻ്റെ പേര് വിളിച്ച് കണ്ടംകൂര എന്ന് വിളിച്ചപ്പോഴേക്കും ആ കല്ലിൽ നിന്ന് ശബ്ദം കേട്ട് കണ്ടംകൂര എന്ന് വിളിച്ചത്. അപ്പോൾ ഞാനാണ് കണ്ടംകൂരൻ എന്നുള്ള രൂപത്തിൽ വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വാർത്ത അവിടെ പെട്ടെന്ന് കാട്ടുതീ പോലെ പരന്ന് ഭരണാധികാരികളായിട്ടുള്ള മാടമ്പിമാരും നാട്ടുകാരും എല്ലാവരും പെട്ടെന്ന് ഒത്തുചേർന്ന് ആ ചൈതന്യം ആ സ്ത്രീയിൽ ആവാഹിച്ച് അവർ ഉറഞ്ഞു തുള്ളി ആ വിഗ്രഹത്തിൽ കുടികൊള്ളുന്നത് ഞാനാണ്, കണ്ടൻ കുമാരൻ എന്നുള്ള ഞാനാണ്. ഞാൻ വന്നത് തിരുച്ചെന്തൂരിൽ നിന്നാണ്. അവിടുത്തെ വിഗ്രഹത്തിന് ചെറിയ കാലപ്പഴക്കത്തിൽ ഉണ്ടായ തേയ്മാനങ്ങൾ കാരണം പുതിയ വിഗ്രഹം സനൽകുമാര മഹർഷിയുടെ കാർമ്മികത്വത്തിൽ നടത്തിയ ഈ വിഗ്രഹത്തിന് കേടുപാടുകൾ സംഭവിച്ച കാരണം അത് ഉപേക്ഷിക്കപ്പെട്ടു. അപ്പോൾ അതിൽ പുതിയ വിഗ്രഹത്തിലേക്ക് ഈ പഴയ വിഗ്രഹത്തിൽ നിന്ന് ഉള്ള ചൈതന്യം ആവാഹിച്ച് എടുക്കാനായിട്ട് പൂർണ്ണമായിട്ട് ആവാഹിച്ചെടുക്കാൻ പറ്റില്ല. ഇതിലുള്ള ചൈതന്യം ഒരംശം മാത്രമേ പുതിയ വിഗ്രഹത്തിലോട്ട് മാറ്റാൻ കഴിയുള്ളൂ. ആ വിഗ്രഹം
പുതിയ വിഗ്രഹം സ്ഥാപിക്കുകയും പഴയ വിഗ്രഹം അവർ കടലിലെറിയുകയും ആ ചൈതന്യം നശിക്കാത്ത വിഗ്രഹം കടലിലൂടെ ഒഴുകി വന്ന് പനമ്പാട് എന്നുള്ള ദേശത്ത് അടിഞ്ഞ് കിടന്നിരുന്നത്. അത് അങ്ങനെ ആണ് ഇതിൻ്റെ ഐതിഹ്യം. മാടമ്പിമാർ ഇതിന് പ്രതിവിധി ചോദിച്ചപ്പോഴേക്കും ഈ ഹരിജനശ്രീ വെളിപാടായി സംസാരിച്ചത് എന്നെ ഞങ്ങൾ എവിടെ സ്ഥാപിക്കണം എന്ന് ചോദിച്ചപ്പോഴേക്കും എന്നെ ഉടനെ എവിടെയെങ്കിലും കുടിയിരുത്തണം. അതിന് ഞാൻ 5 അമ്പുകളെയും ആ അമ്പ് എവിടെ ചെന്ന് പതിക്കുന്നുവോ അവിടെ നിന്ന് ഊരിയെടുക്കാൻ ശ്രമിക്കണം. ഊരിയെടുക്കുമ്പോഴേക്കും എവിടെ നിന്ന് ഊരാതെ നിൽക്കുന്നുവോ അവിടെ അമ്പലം സ്ഥാപിച്ച് എന്നെ അവിടെ കുടിയിരുത്തണം എന്ന് പറയുകയും ആ പുലയസ്ത്രീ 5 അമ്പ് എഴുതും. 5 അമ്പ് ഇതിൽ കക്കാട് പുക്കാട് ഇളങ്ങുന്നപ്പുഴ ഓച്ചന്ദ്ര എന്നീ 5 പ്രദേശങ്ങളാണ് ഇതിൽ തുള്ളി പറഞ്ഞിരിക്കുന്നത്. അതിൽ ഇളങ്ങുന്നപ്പുഴ ദേശത്ത് പാങ്ങായിൽ വീട്ടുകാരുടെ മുറ്റത്ത് നെല്ല് ഉണക്കാനിട്ടിരുന്ന ആ പായൽ വന്നാണ് ഒരു ശരം തറച്ചതും ആ ശരം ഊരിയെടുക്കാൻ ശ്രമിച്ചിട്ട് പോരാതെ ഇരുന്നിരുന്നു. അവിടെയാണ് പിന്നീട് അമ്പലം സ്ഥാപിച്ചത്. അപ്പോൾ ഈ പാങ്ങായിൽ കാരണവർ വളരെ സന്തോഷത്തോടു കൂടി ഈ സ്ഥലം വിട്ടുകൊടുത്തു. ഇവർക്ക് വേണ്ടി ദേവസ്വം വേറെ സ്ഥലം കണ്ടെത്തി വീട് വെക്കുകയും ഈ അമ്പലത്തിൽ നിന്ന് പ്രസാദം ദിവസേന ഈ വീട്ടുകാർക്ക് കൊടുക്കുകയും ചെയ്തിരുന്നു. കാലാന്തരത്തിൽ അതെല്ലാം നിന്നുപോയി. ഈ ഉത്സവം വൈപ്പിങ്കരയിലെ ഉത്സവങ്ങൾക്ക് ആരംഭം കുറിക്കുന്ന ഒരു ഉത്സവമാണ് ഇളങ്ങുന്നപ്പുഴ അമ്പലത്തിലെ ഉത്സവം. ക്ഷേത്രത്തിലെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്സവത്തിൻ്റെ 6-ാം ദിവസം മുതൽ 9-ാം ദിവസം വരെ 4 ദിക്കുകളിലും മതിലിന് വെളിയിൽ 4 ദിക്കിലും കൊടിയേറുന്ന ഒരു സമ്പ്രദായമുണ്ട്. ഏകദേശം 900 വർഷം പഴക്കമുള്ള ഈ അമ്പലത്തിൽ പ്രത്യേകത അതാണ്. രാജഭരണകാലത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. അതായത് പണ്ട് കൊച്ചി മഹാരാജാവ് അമ്പലത്തിന് കിഴക്കുവശം ഒരു ഹജൂർ കച്ചേരി ഉണ്ടായിരുന്നു. ആ കച്ചേരിയിൽ വന്നിരുന്ന് കാര്യങ്ങളെല്ലാം തീർക്കുകയും അവിടെ എല്ലാ ദേവൻ്റെ ഉത്സവത്തിന് അവിടെ വന്നിരുന്നു 7-ാം ദിവസം പറ കൊടുക്കുകയും ചെയ്തിരുന്നു എന്നാണ് ഐതിഹ്യം. മൊത്തം 10 ദിവസത്തെ പ്രസാദൂട്ടം നടത്തുന്നുണ്ട്. കൂടാതെ 11 ഗജവീരന്മാരെ അണിനിരത്തിയുള്ള 5-ാം ദിവസത്തെ പൂരവും ഇതിൻ്റെ പ്രത്യേകതയാണ്. കേരളത്തിലെ പ്രമുഖ തലയെടുപ്പുള്ള ഗജവീരന്മാരെ അണിനിരത്തിക്കൊണ്ടാണ് നടത്തുന്നത്. എൻ്റെ പേര് ഭാസി. ഈ അമ്പലത്തിലെ ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറിയാണ്. എടവനക്കാട് സെന്റ് അംബ്രോസ് പള്ളിയിലെ മധ്യസ്ഥ തിരുനാൾ ആഘോഷങ്ങൾക്ക് വരാപ്പുഴ അതിരൂപത എപ്പിസ്കോപ്പൽ വികാരി ജോൺ മാത്യു എലഞ്ഞിമറ്റം കൊടികയറ്റി. 7-നാണ് തിരുനാൾ. കൊടിയേറ്റത്തിന് ശേഷം കുർബാന, വചനപ്രഘോഷണം, കാഴ്ച സമർപ്പണം, കുടുംബ യൂണിറ്റുകളുടെ കലാപരിപാടികൾ, രാത്രി 8-ന് നാടകം നക്ഷത്രങ്ങൾ പറയാതിരുന്നത്, 5-ന് വൈകിട്ട് പ്രസുതേന്തി വാഴ്ച, കാഴ്ച സമർപ്പണം, രാത്രി നാടകം പരദേശയിലെ നല്ല കള്ളന്മാർ, 6-ന് വൈകിട്ട് തിരുസ്വരൂപം എഴുന്നള്ളിച്ചു വയ്ക്കൽ, വൈകിട്ട് പ്രദക്ഷിണം. തിരുനാൾ ദിനമായ 7-ന് രാവിലെ 9:30-ന് വരാപ്പുഴ അതിരൂപത അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ ഫ്രാൻസിസ് കല്ലറക്കലിന്റെ നേതൃത്വത്തിൽ കുർബാന.
SMHSലെ വിദ്യാർത്ഥികൾക്കായി എയ്ഡ്സ് ദിന സന്ദേശ ബോധവൽക്കരണം നടത്തി. ബോധവൽക്കരണത്തിന്റെ ഭാഗമായി കുട്ടികൾക്കായുള്ള നാടകവും അരങ്ങേറി. ഹെഡ്മിസ്ട്രസ് AG ജെയ്സി സ്വാഗതവും ശ്രീ പ്രദീപ് ഷോണ അധ്യക്ഷതയും വഹിച്ച യോഗത്തിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാധിക സതീഷ് ഉദ്ഘാടനവും നിർവഹിച്ചു. നമ്മുടെ ഈ സ്കൂളിന്റെയും മലിപ്പുറം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെയും മുനമ്പം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെയും എല്ലാം നേതൃത്വത്തിൽ ഈ ഒരു നാടകം ഇവിടെ അവതരിപ്പിക്കുന്നത്. ഈ നാടകത്തിന് ഇവിടെ ഒരു വേദി അനുവദിച്ച ഈ സ്കൂളിനോടുള്ള എല്ലാ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുകയാണ്. അവതരിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ പരിപാടിയിൽ കിടക്കട്ടെ. ഒരു കലയുണ്ടെങ്കിൽ വിൽക്കാനൊരു കലയുണ്ട്. വരുവിൻ വരുവിൻ സോദരനെ, ഭാഷയില്ല വേഷമില്ല ഇന്ന് ചേരുക നാം സർക്കസ് കോമാളികൾ ഞങ്ങൾ. അപ്പൊ താനാണ് ഇത് ഈ നാട്ടിൽ വന്ന് പറഞ്ഞു പറ്റിയതല്ലേ? എനിക്ക് HIV ആണ്, AIDS ആണ്, ഇതൊരു മാറാരോഗമാണെന്നല്ല. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോ നാട്ടുകാരുടെ ഇടയിൽ ഇറങ്ങി നടക്കാൻ കഴിയാതായി. ഞാൻ ഇനിയും പറയുന്ന ഇനി മേഖല പറഞ്ഞ തന്റെ മുട്ടുകാരെ ഞാൻ തല്ലോ. തോന്നുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പറയാൻ പാടുള്ളൂ. പറഞ്ഞാൽ താരം എന്തോ ചെയ്യും. അതായതപ്പോ നമ്മൾ പറഞ്ഞേക്കാണ് നമ്മളൊക്കെ മനുഷ്യന്മാർ. നീ ഞങ്ങൾ ഏകോദര സഹോദരന്മാരാക്കാൻ വന്ന മലയാളത്തിൽ പറഞ്ഞിട്ട് മനസ്സിലാകുന്നത് ഞാൻ ഇംഗ്ലീഷ് പറയാൻ പോവുക. 28 ഭാഷകളുടെ ഞാൻ 28 ഭാഷയിലും പറഞ്ഞിട്ട് 28 ഭാഷയിൽ നിനക്ക് മനസ്സിലാവണമെങ്കിൽ 28 ഭാഷയും ഞാൻ മലയാളത്തിൽ പറയണ്ടോ? കലഹം കലഹം കലവില് കലഹം എന്തിനും ഏതിനു കലഹം തന്നെ. മണ്ണിന് കലഹം, പെണ്ണിന് കലഹം, പൊന്നിന് കലഹം, കലഹം കലഹം കലഹം. ആരോഗ്യ ശ്രീമാൻ ഒട്ടനവധി ആരോഗ്യ പ്രവർത്തകരെ ചെറായി ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ട് ഡോക്ടറെ കണ്ടിട്ടുണ്ട്, ഹെൽത്ത് ഇൻസ്പെക്ടറെ കണ്ടിട്ടുണ്ട്, ഹെൽത്ത് സൂപ്പർവൈസർ, ലേഡി ഹെൽത്ത് ഇൻസ്പെക്ടർ വരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ തിളങ്ങുന്ന ഒരു ആരോഗ്യ ശ്രീമാനെ ആദ്യമായിട്ടാണ്. ആരോഗ്യ ശ്രീമാൻ മാത്രം തിളങ്ങിയാൽ പോരാ, ജനങ്ങളായ നിങ്ങൾ കൂടി ഞങ്ങളുടെ ഒപ്പത്തിനൊപ്പം തിളങ്ങും. ജനങ്ങളായ ഞങ്ങൾക്ക് ഇപ്പോഴുള്ള തിളക്കൊക്കെ മതി. ഇതിലധികം ഞങ്ങൾ തിളങ്ങണേ ഞങ്ങളുടെ ശരീരത്തിൽ ഗിൽറ്റൊട്ടിക്കേണ്ടി അല്ലാണ്ട് തിളങ്ങലാണ്. എപ്പോഴും ശരിയായിരിക്കട്ടെ. എന്തായിരുന്നു ഇവിടെ ഒരു കലഹം? ഇവിടെ കലഹം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിലും HIV ഉണ്ടായിരിക്കും. ആർക്കെല്ലാമാണ് HIV അണുബാധ ഉള്ളത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ രക്തം പരിശോധിക്കണം, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയും. എന്താ പേര്? എന്റെ പേരെന്ന് പറഞ്ഞാൽ പേരിക്കകത്തിട്ട മത്ത മകൻ മത്തായി. പേരെന്താണ്? എന്റെ പേരെന്ന് പറഞ്ഞാൽ എനിക്ക് സ്വന്തമായി പേരൊന്നും ഇല്ലെന്നല്ല. എന്നോട് ഇന്നേ വരെ ഈ ചെറായി പഞ്ചായത്തിൽ വന്നിട്ട് ആരും പേര് ചോദിച്ചിട്ടില്ല. ഞാൻ ചോദിക്കുന്നു, പഞ്ചായത്ത് പ്രസിഡന്റ് വരെ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ എന്റെ പേര് നടത്താൻ നോക്കിയിട്ട് പേര് ഞാൻ കൊടുത്തിട്ടില്ല. ഒരു ഉപകാരം ചെയ്തുതരാമെന്ന് വിചാരിച്ചാൽ അതും സ്വീകരിച്ചു. ഞാൻ എനിക്ക് പകരം എന്റെ ഭാര്യനെ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ അങ്ങോട്ട് ചേർത്തിയതാ. മതി. അവള് തൊഴിലുറപ്പിന് പോകുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ. പക്ഷെ ഒരൊറ്റ കാര്യത്തിൽ അവളോട് എനിക്ക് ദേഷ്യ. എന്റെ ശത്രുട്ട് അവള് ദേശീയ തൊഴിലുറപ്പ് പദ്ധതിക്ക് പോകുന്നത്. അടുത്ത തൊഴിലുറപ്പിന്റെ പൈസ ഇട്ടിട്ട് അവർക്ക് സ്വന്തമായിട്ട് ഒരു ഷർട്ട് വാങ്ങി കൊടുക്കണം. അല്ലെങ്കിൽ എന്താണ് ഞാൻ പൈസ കൊടുക്കാതെ ചങ്ങായി ഓളെ പുറത്ത് വെച്ച് എത്തിയ എന്റെ ഭാര്യയും കൂടി ഒപ്പത്തിനൊപ്പാണ് ഞാൻ ഷൂൾ എടുത്തിട്ട് കഴിയുമ്പോൾ കയറി കണ്ടില്ല. പേര് പറയൂ. പേര് പട്ടായ അടിച്ച് പൊട്ടക്കിടത്തിൽ 8 ദിവസം കിടന്ന് അട്ടക്കുളത്തിൽ കുട്ടാപ്പ് മകൻ കിട്ടും. അതിന്റെ ഇംഗ്ലീഷാണ് പട്ടാപ്പി ആട്ടി പുയ്യമേ ലേട്ടാവും. എപ്പോഴും എപ്പോഴും ഓർമ്മിക്ക വേണം, എപ്പോഴും എപ്പോഴും ഓർമ്മിക്ക വേണം. ഇപ്പോൾ പറഞ്ഞൊരു വാക്കങ്ങളാലും എപ്പോഴും എപ്പോഴും ഓർമ്മിക്ക വേണം. ഇപ്പോൾ പറഞ്ഞൊരു വാക്കങ്ങളാലും എപ്പോഴും എപ്പോഴും ഓർമ്മിക്ക വേണം. പകരാതെ നോക്കുവാൻ പതറാതെ പാലിക്ക, പകരാതെ നോക്കുവാൻ പതറാതെ പാലിക്ക. വിശ്വാസമുള്ളൊരു ജീവിത പങ്കാളി, വിശ്വാസമുള്ളൊരു ജീവിത പങ്കാളി, വിശ്വാസമുള്ളൊരു ജീവിത പങ്കാളി, വിശ്വാസമുള്ളൊരു ജീവിത പങ്കാളി. രക്തത്തിൽ വാങ്ങൽ കൊടുക്കലിൽ സൂക്ഷ്മത, വാങ്ങൽ കൊടുക്കലിൽ സൂക്ഷ്മത. സത്യം പറഞ്ഞാൽ ജീവിത സൗഭാഗ്യം, സത്യം പറഞ്ഞാൽ ജീവിത സൗഭാഗ്യം. സത്യത്തിൽ തല്ലിക്കെടുക്കാതെ നോക്കണം, സത്യത്തിൽ തല്ലിക്കെടുക്കാതെ നോക്കണം. മുന്നോട്ട് മുന്നോട്ട്, ജീവിതം സ്വാർത്ഥമല്ല തോഴേ, ജീവിതം
വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സ്വയം ക്ഷമിക്കുക. ലോകത്തിലെ ജനത മുഴുവൻ ഭയപ്പെടുന്നത് HIV അണുബാധ ബാധിച്ചവരെയാണ്. അതെല്ലാം വെടിയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ചില കാര്യങ്ങൾ നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് കണ്ടു മനസ്സിലാക്കാൻ പറ്റും, ചില കാര്യങ്ങൾ അതേപോലെ പ്രാവർത്തികമാക്കാനും പറ്റും. പക്ഷെ നല്ല വശങ്ങളെ മാത്രം നിങ്ങൾ കണ്ടെത്തുകയും മറ്റുള്ള ചീത്ത പ്രവൃത്തികളെ നിങ്ങൾ അതിൽ നിന്ന് ഒഴിവാക്കുകയുമാണ് ചെയ്യുന്നത്. നോട്ട് പ്രതിസന്ധി കാരണം പെൻഷൻ വാങ്ങാനെത്തുന്നവർ ഏറെ പ്രതിസന്ധി അനുഭവിക്കുന്നു. ഇത് വളരെ കഷ്ടം തന്നെയാണ്. ഒരു പെൻഷൻ കൊണ്ടാണ് നമ്മളിപ്പോൾ കഴിയുന്നത്. സർവീസിൽ നിന്ന് ഇത്ര നേരം ബുദ്ധിമുട്ടിയിട്ട് ഈ പെൻഷൻ പോലും മര്യാദക്ക് തരുന്നില്ല. ഭയങ്കര കഷ്ടതയാണ്. അത് കിട്ടിയിട്ട് വേണം ഒരുപാട് മരുന്ന് വാങ്ങിക്കണം. പിന്നെ കുടുംബത്തിലെ പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. ആകെ ഇപ്പോൾ കാലത്തെ വന്നാണ് ഞാൻ ഈ ട്രഷറിൽ വന്നിട്ട് ടോക്കൺ തന്നിരിക്കുകയാണ്. 178ാമതിനാണ് ടോക്കൺ. 7:40 ആയിട്ടുള്ളൂ. ഇന്നത്തെ ദിവസം മുഴുവനും ഇവിടെ ചെലവഴിക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. ആകെ ബുദ്ധിമുട്ടിലാണ്. എളങ്ങുന്നപ്പുഴ പഞ്ചായത്തിൽ അലഞ്ഞുതിരിയുന്ന തെരുവ് നായ്ക്കൾ ജനങ്ങൾക്ക് ഭീഷണിയായി. നട റോഡിലും പ്രധാന ജംഗ്ഷനുകളിലും നായ്ക്കൾ തേർവാഴ്ച നടത്തുകയാണ്. കാളമുക്ക്, മുരുക്കുംപാടം, സൗത്ത് പുതുവൈപ്പ്, വളപ്പ്, കർത്തേടം തുടങ്ങിയ മേഖലകളിൽ തെരുവ് നായ്ക്കളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുകയാണ്. പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഒട്ടേറെ പേർ തെരുവുനായ ആക്രമണത്തിന് ഇരയായ മേഖലയാണ് എളങ്ങുന്നപ്പുഴ പഞ്ചായത്ത്. മത്സ്യബന്ധന ഹാർബറുകൾ കേന്ദ്രീകരിച്ചാണ് ഇവ കൂടുതലുള്ളത്. തീറ്റ മുടങ്ങാതെ ലഭിക്കുന്നതുകൊണ്ടാണ് നായ്ക്കൾ ഇവിടം വിട്ടു പോകാത്തത്. പടിഞ്ഞാറൻ മേഖലയിലുള്ള പൊന്തക്കാടുകളിലാണ് വാസം. പുലർച്ചെ പള്ളികളിലും ക്ഷേത്രങ്ങളിലും പോകുന്നവർ നായ്ക്കൂട്ടങ്ങളെ കണ്ട് പലപ്പോഴും തിരികെ പോരുകയാണ്. നിയമപ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഞാറക്കലും ഇടവലക്കാടും ചില പഞ്ചായത്ത് അംഗങ്ങൾ മുൻകൈയെടുത്ത് തെരുവ് നായ്ക്കളെ പിടികൂടി ഉന്മൂലനം ചെയ്തിരുന്നു. എളമുന്നപ്പുഴയിൽ നായ്ക്കളെ പിടികൂടാത്തതിനെതിരെ പ്രതിഷേധം ശക്തമാണ്. വൈദ്യുതി സെക്ഷന്റെ പരിധിയിലുള്ള എളങ്ങുന്നപ്പുഴ പഞ്ചായത്തിൽ വൈദ്യുതി മുടക്കം പതിവായി. അപ്രഖ്യാപിതമായിട്ടാണ് വൈദ്യുതി പലപ്പോഴും മുടങ്ങുന്നത്. വൈദ്യുതി ഉപയോഗിച്ച് നടത്തേണ്ട വീടുകളിലെ പണിയും കെട്ടിട നിർമ്മാണ മേഖലയിലെ ജോലിയും ഇതുമൂലം മുടങ്ങുന്നു. തൊഴിലാളികൾക്ക് കൂലി കൊടുക്കേണ്ടിയും വരുന്നു. മുൻകൂട്ടി അറിയിപ്പ് ലഭിച്ചാൽ അതനുസരിച്ച് ക്രമീകരണം നടത്താനാകും. ഈയിടെ പകൽ മുഴുവൻ വൈദ്യുതി ഇല്ലാത്തതിനെ കുറിച്ച് പത്രത്തിൽ അറിയിപ്പ് വന്നത് അന്നായിരുന്നു. അധികൃതരുടെ അനാസ്ഥ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ ലൈബ്രറിയന്മാർക്ക് പരിശീലന ക്ലാസ് നടത്തി. പരിപാടിയുടെ കൊച്ചി താലൂക്ക് തല ഉദ്ഘാടനം കുഴുപ്പള്ളി റാംസ് കോളേജ് ക്യാമ്പസിൽ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ KV കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് PR രഘു അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി MR സുരേന്ദ്രൻ, ട്രെയിനിംഗ് കോഓർഡിനേറ്റർ TP വേലായുധൻ, പ്രിൻസിപ്പൽ ഡോക്ടർ AI ജോർജ്, താലൂക്ക് സെക്രട്ടറി AK കൃഷ്ണകുമാർ എന്നിവർ പ്രസംഗിച്ചു. 20 ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലന പരിപാടിയിൽ S മുരളീധരൻ കാലടി, മോഹനചന്ദ്രൻ എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് എടുക്കും. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ടാലിസ്മാൻ ടെക്സ്റ്റൈൽസ് പഴങ്ങാട്, എടവലക്കാട്. വൈപ്പിൻകരയുടെ ഹൃദയഭാഗത്ത് 25 വർഷത്തെ സേവന പാരമ്പര്യവുമായി പുതുപുത്തൻ വസ്ത്രങ്ങളുടെ അമൂല്യ ശേഖരം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ടാലിസ്മാൻ ടെക്സ്റ്റൈൽസ് പഴങ്ങാട്, എടവലക്കാട്. ഡ്രസ് വർക്ക് ഇല്ലാത്ത റൂഫിംഗോ? യെസ്, ഡ്രസ് വർക്ക് ആവശ്യമില്ലാത്ത ഐ റൂഫിംഗ് ദായെത്തിയിരിക്കുന്നു. ഐ റൂഫിംഗ് എന്റർപ്രൈസസ് അവതരിപ്പിക്കുന്ന സാധാരണ റൂഫിംഗ് ഷീറ്റിനേക്കാൾ 2 ഇരട്ടി കനമുള്ള ഡ്രസ് വർക്ക് ആവശ്യമില്ലാത്ത ആർച്ചാകൃതിയിലുള്ള ഗാൽവാലിയം റൂഫിംഗ് ഷീറ്റും. മാതാ ജ്വല്ലറി, ഗോൾഡ് സൂപ്പർ മാർക്കറ്റ്, ഞാറയ്ക്കൽ.
ഇപ്പോൾ കതർമണ്ഡപത്തിലേക്ക് കാലൂന്നുമ്പോൾ നിന്റെ നനുനനുത്ത വിരൽ തുമ്പാൽ പാദത്തിൽ നിന്നുയർത്തിപ്പിടിച്ച ആ വിവാഹവസ്ത്രം ഞങ്ങൾക്കൊരുക്കുവാൻ കഴിഞ്ഞതിൽ രാധ നിർവൃത്തി കൊള്ളുന്നു. ബാല്യം, കൗമാരം, യൗവനം രാധാസിലൂടെ കടന്നുപോകുന്നു. വാർത്തകൾ തുടരുന്നു. ലോക എയ്ഡ്സ് ദിനത്തോടനുബന്ധിച്ച് എടവനക്കാട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെയും മാലിപ്പുറം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെയും HIHS സ്കൂളിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ എയ്ഡ്സ് സന്ദേശ റാലിയും ബോധവൽക്കരണ ക്ലാസും നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് KU ജീവൻ മിത്ര റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. വൈസ് പ്രസിഡന്റ് ബിന്ദു ബെന്നി അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ KK അബ്ദുൽ ഷുക്കൂർ, പ്രധാനാധ്യാപിക BA സാജിദ, PTA പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ്, ഹെൽത്ത് സൂപ്പർവൈസർ ജോസ് അഗസ്റ്റിൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ ജെറി ബെനഡിക്ട് എന്നിവർ പ്രസംഗിച്ചു. റാലിയിൽ ആരോഗ്യവകുപ്പ് ജീവനക്കാർ, അധ്യാപകർ, ആശാ വർക്കർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. നായരമ്പലം മാനാട്ടുപറമ്പ് തുമ്പുങ്കൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠാ മഹോത്സവം ആഘോഷിച്ചു. തന്ത്രി കുമളി കാരാട്ടുമഠം BR നമ്പൂതിരി മേൽശാന്തി, കൂടാറക്കൽ മഠം അനിൽകുമാർ എമ്പറാന്തിരി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ഞായറാഴ്ച ചടങ്ങുകൾ അവസാനിക്കും. RSP എളമന്തപ്പുഴ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവുമായ TK അരവിന്ദൻ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. എളമന്തപ്പുഴ കർത്തേടം URC സുവർണ ജൂബിലി വോളിബോൾ ടൂർണമെന്റിൽ ആദ്യ മത്സരത്തിൽ 1-3 സെറ്റുകൾക്ക് കടവന്ത്ര RSCയെ പരാജയപ്പെടുത്തി. മൂത്തകുന്നം വോളി ക്ലബ്ബ് വിജയിച്ചു. ടൂർണമെന്റ് മുൻ ദേശീയ താരം മൊയ്തീൻ നൈന ഉദ്ഘാടനം ചെയ്തു. കൺവീനർ ജെയിംസ് പറമ്പലോത്ത്, എളമന്തപ്പുഴ പഞ്ചായത്ത് അംഗം മാത്യു ലിഞ്ചൻ റോയ് എന്നിവർ പ്രസംഗിച്ചു. ചെയർമാൻ ആൽബർട്ട് ചക്കാലക്കൽ, സെക്രട്ടറി CJ ജോസഫ് എന്നിവർ സന്നിഹിതരായിരുന്നു. നായരമ്പലം സെവൻ ആരോസ് ഫുട്ബോൾ അക്കാദമിയുടെ 2004-2008 ബാച്ചുകളിലേക്കുള്ള സെലക്ഷൻ ട്രയൽസ് 4-ന് നടക്കും. രാവിലെ 7-ന് 2004-ൽ ജനിച്ച കുട്ടികൾക്കും ഉച്ചയ്ക്ക് 2-ന് 2008-ലും 2009-ലും ജനിച്ച കുട്ടികൾക്കുമാണ് ക്യാമ്പ് നടത്തുക. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ജനനതീയതി തെളിയിക്കുന്ന രേഖകൾ സഹിതം രക്ഷിതാക്കൾക്കൊപ്പം നിശ്ചിത സമയത്ത് നായരമ്പലം പഞ്ചായത്ത് ഗ്രൗണ്ടിൽ എത്തിച്ചേരേണ്ടതാണ്. 2008 ബാച്ചിലേക്ക് പെൺകുട്ടികൾക്കും അവസരമുണ്ട്. താല്പര്യമുള്ളവർ 9947512700 അല്ലെങ്കിൽ 9400177823 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടണമെന്ന് ഡയറക്ടർ B വിനയരാജും കോഓർഡിനേറ്റർ ES സുബീഷ് കുമാറും അറിയിച്ചു. സ്വർണ്ണവില പവന് 21,600 രൂപ, ഗ്രാമിന് 2,700 രൂപ. വാർത്തകൾ ചുരുക്കത്തിൽ. എളമന്തപ്പുഴ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടികേറി. എടവനക്കാട് സെന്റ് അംബ്രോസ് പള്ളിയിൽ വിശുദ്ധ അംബ്രോസിന്റെ തിരുനാളിന് തുടക്കമായി. SMHSലെ വിദ്യാർത്ഥികൾക്കായി എയ്ഡ്സ് ദിന സന്ദേശ ബോധവൽക്കരണം നടത്തി. നോട്ട് പ്രതിസന്ധിയിൽ വലഞ്ഞ പെൻഷൻകാർ. വൈപ്പിൻകരയിൽ തെരുവുനായ ശല്യം രൂക്ഷം. എളമന്തപ്പുഴ ഞാറക്കൽ പഞ്ചായത്തുകളിൽ അപ്രഖ്യാപിത വൈദ്യുതി മുടക്കം പതിവാകുന്നു. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ ലൈബ്രറിയന്മാർക്ക് പരിശീലന ക്ലാസ് നടത്തി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.